അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നah വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമിസ് സാബിരീൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഏവരെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ 10 നമ്മൾ ഉള്ളത്. പാപമോചനത്തിൻ്റെ 10 ദിവസങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയ ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. അല്ലാഹു തആല അവൻ്റെ കാരുണ്യത്തിന് വിധേയമായി പാപമോചനത്തിലൂടെ അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കഴിവും തൗഫീഖും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് കിട്ടിയ, ഒരു മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഒരു റമദാനിനെ അഭിമുഖീകരിക്കാൻ പറ്റുക എന്നത്. അള്ളാഹു ഈ വർഷവും ആ ഒരു സൗഭാഗ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് നീ നൽകിയത് സ്വർഗം തരാൻ വേണ്ടിയാകണമേ എന്ന് പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുക. പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു. വളരെ വേദനിപ്പിച്ച, അല്ലെങ്കിൽ ഒരു ഷോക്ക് പോലെ ഉണ്ടായൊരു മരണമായിരുന്നു പറവൂര് പള്ളിയുടെ സെക്രട്ടറിയായ ശംസുവിൻ്റെ മരണം. ജുമഅക്ക് പോകാൻ ഒരുക്കി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. അത്ര വലിയ ബന്ധമുണ്ടായിരുന്നു ഞാനും അദ്ദേഹം തമ്മിൽ. കുറച്ച് കാലയുടെ ഖുത്ബ പറഞ്ഞു എന്നതുകൊണ്ട് ചില ആൾക്കാരുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. ചില ആൾക്കാർ നമ്മൾ ഖുത്ബക്ക് പോവുകയാണെങ്കിലും അയാളെ ഞാൻ അവിടെ ഉണ്ടാകുക എന്നുണ്ടാകാം. പക്ഷേ ശംസുവിനെ സംബന്ധിച്ചൊരു നല്ല പ്രവർത്തകൻ എന്നതോടുകൂടി തന്നെ ആ പള്ളിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാനും കഴിവുള്ള ഒരാളായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മനുഷ്യനെങ്ങനെ ചില ഭാഗ്യങ്ങൾ പടച്ചവൻ കൊടുക്കും, ചിലത് പടച്ചവൻ കൊടുക്കൂല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്ന്. നമ്മളെയും അതുപോലെ തന്നെ ഒരു ദിവസം ഇവിടുന്ന് കൊണ്ടുപോകും. നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവനവൻ്റെ മയ്യത്ത് നിസ്കരിക്കുന്ന കഥ ആലോചിച്ചിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവുന്നില്ലേ? യാതൊരു പ്രശ്നമില്ലാതെ, ഒരല്ലലില്ലാതെ, ഒരലട്ടില്ലാതെ അയാളങ്ങനെ കിടന്നു തരും. മരിച്ചാൽ അങ്ങനെയാണോ? നമ്മളയാളെ കൈ കഴുകും, കാല് കഴുകും, ഒതുണ്ടാക്കി കൊടുക്കും, കുളിപ്പിക്കും, തിരിച്ച് കിടത്തും, മറിച്ച് കിടത്തും, അയാളുടെ ഉടുവസ്ത്രം വഹിക്കും. എന്നിട്ട് മുകളിൽ ഇവിടെ മുണ്ട് മാത്രമാണ് കുളിക്കുന്ന സമയത്ത്. ഇതൊക്കെ ഒരു ബോധം ഉണ്ടെങ്കിൽ മനുഷ്യൻ നിന്ന് വരും. അങ്ങനെ ഇല്ലല്ലോ. അതാണ് മരണം എന്ന് പറഞ്ഞത്. അതുപോലെ ഒരു ദിവസം പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. മരണം എന്നത് അതാണ്. അക്സിറു ദിക്റ ഹാദിമില്ലദാത്ത്. ജീവിതത്തിലെ മുഴുവൻ സുഖ സൗകര്യങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്ന മരണത്തെപ്പറ്റി നിങ്ങൾ ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ മരണത്തെപ്പറ്റി പറയാനായിട്ട് എൻ്റെ വിഷയമല്ല, പക്ഷെ അതൊന്ന് പറയുന്നത് നന്ന് എന്നതുകൊണ്ടാണ്. മരണം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് മരണം എന്ന് പറഞ്ഞത്. ഏത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആക്കും, പക്ഷെ മരണം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ആക്കാൻ നമുക്ക് കഴിയില്ല, ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും മരണത്തിന് കഴിച്ചിലാണ് നമ്മൾ. അതുകൊണ്ടാണ് അസുഖം വരുമ്പോഴേക്ക് നമ്മൾ ഏറ്റവും വലിയ ആശുപത്രി കൊണ്ടുപോകുന്നത്. മരണത്തിന് കഴിച്ചില്ലാന്ന് വിചാരിട്ട്. മരണം അങ്ങനെയാണ്. അറ്റാക്ക് വന്നു, ആശുപത്രി കൊണ്ടുപോയി, നല്ല ആശുപത്രി കൊണ്ടുപോയി, കഴിച്ചിലായി. ഏതായാലും അവിടെ കൊണ്ടുപോയിട്ട് കഴിച്ചിലായി എന്ന് പറയും. രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വന്ന് സുഖമാണ്, ഭക്ഷണം കഴിച്ച് പിറ്റേന്ന് രാവിലെ അയാൾ മരിച്ചിട്ടുണ്ട്. ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച, പക്ഷേ കഴിച്ചിലായില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ഓടണം. ഇവിടുന്ന് ഓടി ഓടി ആദ്യത്തെ ഓടുന്നതാണ് മരണം വരുന്നത്. അവിടെ കഴിച്ചിലായത്. ഓടി പാഞ്ഞ് 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 ഇവിടെ ഈ അങ്ങാടി തിരിഞ്ഞു നോക്കിയപ്പോൾ കഴിച്ചിലായിട്ടുണ്ട്, മരണത്തിൽ നിന്ന് കഴിച്ചിലായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ റോഡിലൊക്കെ കയറുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ രൂപത്തിൽ ആ മരണം വന്ന് തട്ടി അപ്പം തന്നെ ശരിയായി. അതാണ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മരണം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ ആ മരണത്തിൽ നിന്നാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഫഇന്നഹു മുലാഖീകും.
അത് നിങ്ങളെ പിടികൂടും. ഈ ജീവിതത്തെ പറ്റി ഒരു കവി പറഞ്ഞിട്ടുണ്ട്, 4 നാൾ നീണ്ടു നിൽക്കുന്ന ജീവിതവുമായി ഞാൻ വന്നു, 2 നാൾ ആഗ്രഹിച്ചും 2 നാൾ കാത്തിരുന്നും കഴിഞ്ഞു. ഇതാ മനുഷ്യന്റെ ജീവിതം. ആകെ 4 ദിവസമാണ്. 60, 70, 80 ഒക്കെ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ കവി വിവരിക്കുന്നത് ആകെ 4 ദിവസമാണ്. അതിൽ 2 ദിവസം ആഗ്രഹങ്ങളാണ്. മോളെ കെട്ടിക്കണം, പുരണ്ടാക്കണം, എന്നാ ഇപ്പോൾ നടക്കുക അല്ലേ, മറ്റൊരിടത്ത് പോകാണ്ട്, ഇവിടെ പോകാണ്ട്, അങ്ങനെ കുറേ ആഗ്രഹങ്ങളാണ്. ഇത് കുറേ ബാക്കിയുള്ള 2 ദിവസം കാത്തിരിപ്പാണ്. എന്നാ പഠിച്ചാൽ പുരണ്ടാക്കി തീരുക, എന്നാ മോളെ കെട്ടിക്കുക, എന്നാ മോനൊരു ജോലിയാകാം, ഇങ്ങനെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൻ്റെ ഇടക്ക് ഒരു ദിവസം ഈ ആഗ്രഹങ്ങൾ മുഴുവൻ ബാക്കി വെച്ചുകൊണ്ട് അയാൾ ഈ ലോകത്തോട് വിട പറയുന്നു. അറബിയിലൊരു ചൊല്ലുണ്ട്, റൊമ്പ ഉഗ്നിയത്തിൻ ജലബത്ത് മനിയ, എത്രയെത്ര ആഗ്രഹങ്ങളെയാണ് മരണം കവർന്നെടുത്തത്. അയാൾക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഒരേ താമസിക്കണം, പക്ഷെ കഴിഞ്ഞില്ല. എൻ്റെ ഒരു സ്നേഹിതരൊക്കെ അയാൾ വീട്ടിൽ ഒരു ചെറ്റക്കുടിയിലാണ് താമസിച്ചത്. അങ്ങനെ ആരൊക്കെ ഒരു വിസ കൊടുത്ത അയാൾ ഗൾഫിൽ പോയി നന്നായി. അയാളുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹം, ഉമ്മ ഉണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഉമ്മ ജീവിതത്തിൽ ഒരു സുഖം അനുഭവിച്ചിട്ടില്ല. ആ കുടിയിലാണ് ഒരുപാട് കാലമായിട്ട് താമസിച്ചത്. ബാപ്പ കുറെ കാലം മുമ്പേ മരിച്ചുപോയി. ഉമ്മാൻ്റെ ഒരു ആഗ്രഹമാണ് മോനെ ഒരു നല്ല വീട്ടിൽ താമസിക്കണം. അങ്ങനെ ഇയാൾ പോയിട്ട് ആദ്യം ഇയാൾ ചെയ്തത് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ഒരു പുരണ്ടാക്കി വീട്ടിൽ താമസിക്കാൻ വേണ്ടി അയാൾ വന്നു. ഭയങ്കര സന്തോഷമാണ്. തലശ്ശേരി മാഹി അടുത്താണ് അയാളുടെ വീട്. ഞാനവിടെ ജോലി സ്ഥലത്ത് ഇയാളെ പരിചയപ്പെടുന്നത്. അപ്പൊ അയാൾ വന്ന് സന്തോഷമായി. അങ്ങനെ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് ഒരു കുടിയിരിപ്പ് വരാൻ വേണ്ടി പോകുന്നു. ഈ കുടിയിരിപ്പ് താമസം 2 ദിവസം വരും. ആ കുടിയിരിപ്പ് വരാൻ പോകുന്ന അന്നാണ് അയാൾ മരിച്ചത്. ആ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം അയാൾക്കുണ്ടായില്ല. അടുത്ത ആഴ്ച താമസിക്കേണ്ട കുടിയിരിപ്പ് മാറ്റി വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടിയിരിക്കാൻ തീരുമാനിച്ചു. ആ കുടിയിരിപ്പിൻ്റെ തലേ ദിവസം ഈ ഉമ്മയും മരിച്ചുപോയി. ജീവിതം നടന്നതാണ്. ആഗ്രഹങ്ങളെ ബാക്കി വെച്ചാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് പോകും. ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനൊരു ദിവസം നമുക്ക് ആയിട്ടില്ല എന്ന് നമ്മൾ വിചാരപ്പെടും. ഇനി കുറച്ചുകൂടി ഒക്കെ ദിവസം ആയിട്ടില്ലല്ലോ. എൻ്റെ വാപ്പൊരു 86-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഞങ്ങളെല്ലാവരും അങ്ങനെ പാപ്പിയും പഞ്ചാബിയും ഒക്കെ മരിച്ച അന്നാണ്. അത്രയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയൊക്കെ നിൽക്കും എന്നാണ് നമ്മളെ വെപ്പ്. പ്രവൃത്തി കണ്ടതാ തോന്നുക പോണം. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു കുറച്ച് ഇറച്ചി വാങ്ങി ഇങ്ങനെ പോവാണ്. ഒരു 1 കിലോ ഇറച്ചി വാങ്ങി പോവാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ജാബിർ എന്താ കയ്യിൽ എന്ന് ചോദിച്ചു. ഇത് കുറച്ച് ഇറച്ചിയാണ്, പൂതിയായിട്ട് വാങ്ങിയത്, ഒരുപാട് കാലത്ത്. അതിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഒക്കെ ഇവിടുന്ന് തന്നെ തീർക്കാനാണ് പരിപാടി, അവർക്കൊന്നും കൊണ്ടുപോകേണ്ടത്? ഒക്കെ ഇവിടുന്ന് തന്നെ എല്ലാ പൂതിയും ഇവിടുന്ന് തന്നെ തീർക്കാനാണോ പൂതി, അവർക്കൊന്നും കൊണ്ടുപോകേണ്ടേ? ജീവിതത്തെ അവരങ്ങനെയാണ് കണ്ടത്. നമ്മളോ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ഉഷാറാക്കണമെന്നാണ് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ മരണത്തെപ്പറ്റി ഇത്രയും നിങ്ങളോട് പറഞ്ഞത്, എത്ര ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും കഴിച്ചില്ല. ഈ ലോകത്താകെ ഉറപ്പുള്ളത് ഒരു കാര്യം മാത്രമാണ്, മരണം മാത്രമാണ്. എങ്കിൽ ഇന്നാണ് മരിച്ചു. ഞാൻ പറഞ്ഞു, ഈ സംസാരം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് കുഴഞ്ഞാണ്ട് വീണ്. അപ്പോഴോ മൂപ്പരിതൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ എന്ത് കഴിച്ചില്ലായില്ല. ആശുപത്രിക്ക് അത് BM ഒക്കെ എല്ലാവരും എടുത്തുണ്ടായപ്പോൾ അത് പോയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഡോക്ടർ. ഇങ്ങനെ ഉണ്ടായില്ലേ. കുറച്ച് കാലമൊക്കെ ഇതിനെ പറ്റി എല്ലാവരും പറയും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ പുരക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല, എൻ്റെ ഭാര്യയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല, എൻ്റെ മക്കൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ വാപ്പുള്ള കാലത്ത് തിരക്കടില്ലേനി എന്നൊക്കെയാണ് പറയും. എന്നല്ലാതെ അതിൻ്റെ നമ്മളൊന്നും ആരും ഓർക്കൂല. നമ്മളെ ധാരണ അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഉണ്ടാവുകയും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് മരിച്ചു വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാര്യങ്ങളുണ്ട്. 7 വിഭാഗം ആൾക്കാരെ പറ്റി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൂചിപ്പിച്ചിട്ട്, മഹാഭാഗ്യവാന്മാർ ഇന്ന് മരിച്ചു വേണമെങ്കിൽ ഈ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് പറ്റുമോ ഇല്ലേ എന്ന ഒരു പുനരാലോചന നടത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ ഹദീസ് വന്നത്. എല്ലാവർക്കും അറിയാം ഹദീസ്. സബഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 വിഭാഗം ആൾക്കാർ. യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലില്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസം 7 ഭാഗ്യവാന്മാർക്ക് അള്ളാഹു തആല തണലിട്ട് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ തൊട്ട് മുകളിലാണ് ഉദിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ചൂടായിരിക്കും. ചൂട് ഓരോരുത്തരും അനുഭവിക്കുന്ന ചൂടിൻ്റെ ആധിക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
പാപത്തിന്റെ ആധിക്യം അനുസരിച്ചാണ് വിയർപ്പ് ഉണ്ടാകാൻ നടത്തുന്നത് പറഞ്ഞു. ചെറിയ തെറ്റൊക്കെ ചെയ്താണെങ്കിൽ ഒരു മെരിയാണി വരെ അയാൾ വിയർക്കുള്ളൂ, അതിന്റെ മേലേക്ക് ഇങ്ങനെ വരുന്ന അതിൽ നെറ്റിത്തടം വരെ വിയർത്ത് തല മുഴുവൻ വിയർത്തൊലിക്കുന്ന ആൾക്കാരണം പാപത്തിന്റെ ആധിക്യം കൊണ്ടാണ്. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാത്ത ദിവസമാണ് ഈ ദിവസം. 7 വിഭാഗം ആൾക്കാർ മഹാഭാഗ്യവാന്മാരായിരിക്കും. ഞാനത് പറയാം. 7 വിഭാഗം. ഞാൻ ഓരോന്നും പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പഠിച്ചോലെ ഈ 7 ഏത് കൂട്ടത്തിലാണ് ഞാൻ ഉണ്ടാകുക അന്ന് ആലോചിച്ചത്. ഈ 7 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ പെട്ടിട്ടാണ് എനിക്ക് നാളെ പരലോകത്തെ അർശിന്റെ താനുണ്ടാകുക എന്ന് ആലോചിക്കുവാനാണ് ഒരു ആത്മവിചാരണ നടത്തുക. അത് നന്നാവും. നമുക്ക് ഈ റമദാൻ ഒരു സൗഭാഗ്യത്തിന്റെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് അവസാനത്തെ 10 നരകത്തിൽ നിന്ന് കഴിച്ചിലാക്കണം പടച്ചോനെ എന്ന് ചോദിച്ചാൽ ഓരൊക്കെ പടച്ചോൻ നരകത്തിൽ നിന്ന് കഴിച്ചിലാക്കും ആത്മാർത്ഥമാണെങ്കിൽ. അവിടെയാണ് പറയുന്നത്. ഒന്നാലോചിക്കും, ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥന ഇത് ഉൾപ്പെടുത്തുകയുള്ളൂ. 1, ഇമാമുൽ ആദിലും നീതിമാനായ ഒരു ഭരണാധികാരി, അയാൾക്ക് നാളെ പരലോകത്തെ അർശിന്റെ താനുണ്ടാവും. അപ്പൊ അത് ഭരണാധികാരികളല്ലേ നമ്മളൊന്നും, അതുകൊണ്ട് നമ്മളാരും കഴിച്ചിലാവില്ല, നമുക്കൊന്നും പ്രശ്നമില്ല എന്ന വിചാരം അല്ല. കുല്ലുക്കും റാഇൻ, നിങ്ങളൊക്കെ ഓരോ യജമാനന്മാരാണ്. അപ്പൊ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി, തൻ്റെ കീഴിലുള്ള പ്രജകളെ സംബന്ധിച്ച് ഓരോരുത്തരും ചോദിക്കപ്പെടും. നമ്മളൊക്കെ, ഞാൻ എൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, എൻ്റെ കീഴിലുള്ള ഭാര്യയെയും മക്കളെയും പറ്റി ഞാൻ ചോദിക്കപ്പെടും, നീതിപൂർവ്വം അവരോട് പെരുമാറിയിരുന്നോ എന്ന്. മുഴുവനെ പഠിച്ചത് ഒരു പള്ളിൻ്റെ പ്രസിഡന്റ്, പ്രസിഡന്റ് വലിയ സ്ഥാനാണെന്ന് വിചാരിക്കേണ്ട. ആ പള്ളിയിലുള്ള മുഴുവൻ ആൾക്കാർക്കും നീതി നടപ്പാക്കുവാൻ അവന് പറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് പടച്ചോൻ ചോദിക്കും. വല്ലാതെ വിടൂല. അത് ഏത് രംഗത്തും. ഒരു ഓഫീസിലെ മേലുദ്യോഗസ്ഥനാണെങ്കിൽ അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ നീതി പാലിക്കുന്നുണ്ടോ ഇല്ലെന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. അല്ലാതെ വിടൂല. അല്ലാഹു തആല ഒരു അനക്കം വിടൂല, ഉറപ്പാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരണ ചെയ്യപ്പെടുന്ന രംഗണ്ട് ചരിത്രങ്ങളിൽ കാണുന്നത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. ആരാ അന്യായക്കാരെന്നറിയോ? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. എന്താ കേസ് എന്നറിയോ? മസ്ജിദ് നബിയുടെ തൊട്ടടുത്താണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ വീടുള്ളത്. ആ വീടിന്റെ മുമ്പിൽ ഒരു പാത്തി സ്ഥാപിച്ചിട്ടുണ്ട്. ആ പാത്തിയിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം വന്നാൽ മസ്ജിദ് നബിയുടെ ചുമരിലേക്ക് ധരിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതെടുത്ത് മാറ്റി. കാരണം ഭരണാധികാരിയാണ്, ഖലീഫയാണ്, അതിന് അധികാരമുണ്ട്. ഇതിനെതിരെയാണ് കോടതിയിൽ കേസിന് പോയത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കോടതി ഏതാ? മസ്ജിദ് നബവി. ആൾക്കാരിങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഉമറിനെ നോക്കിയിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. ഒരു സൂചി വീണാൽ കേൾക്കുന്നത് ശബ്ദത. എന്താ വിധി പറയാൻ പോകുന്നത്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവർ ചെയ്ത കുറ്റം പറഞ്ഞു. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ള കാണെ പ്രവാചകന്റെ കൺമുമ്പിൽ വെച്ചാണ് ഞാൻ ആ പാത്തി സ്ഥാപിച്ചത്. അത് എടുത്തു മാറ്റാൻ ഉമറാരാണ്. അതാ വിഷയം. പാത്തി എടുത്തു മാറ്റിയൊന്നുമല്ല. ഉമർ അള്ളാഹുവിന്റെ പ്രവാചകനെ തടഞ്ഞിട്ടില്ല. എന്നിട്ട് അത് എടുത്തു മാറ്റാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു വിഷമായി. അദ്ദേഹം നേരെ പ്രതിക്കൂട്ട് താഴെ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, അബ്ബാസ്, റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് പ്രവാചകൻ കാണുകയാണ് ആ പാത്തി സ്ഥാപിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ കയറു ഈ പാപിയുടെ പുറത്ത് കുനിഞ്ഞു നിന്നെടുക്കാണ്. എന്നിട്ട് ആ പാത്തി സ്ഥാപിക്കുക. ഭരണാധികാരിയാണ്. അതാ വിനയം, അതാ താഴ്മ. ഞാനാ പെട്ട പ്രസിഡന്റ്, ഞാനാ പെട്ട സെക്രട്ടറി, ഞാൻ പറഞ്ഞാൽ കേൾക്കണം എന്നല്ല. നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുവാൻ പറ്റിയാൽ ഉറപ്പിച്ചോ, പള്ളിന്റെ പ്രസിഡന്റിന് എന്ത് ചെയ്യാ? നാളെ പരലോകത്തെ അർശിന് നൽകിയിരിക്കും. മക്കളോട് നീതിപൂർവ്വം പുലർത്തിയ പാപ്പാർക്കും ഉമ്മാർക്കും നാളെ പരലോകത്തെ അർശിന് നൽകിയിരിക്കും. ഒരു ബേജാറ് വേണ്ട. ഇതാണ് ഇമാമുൻ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി. നമുക്ക് പലപ്പോഴും നീതി പാലിക്കാൻ പറ്റില്ല. കാലത്തിന് 75 ലക്ഷം റുപ്യ കൊടുത്തിട്ടാ ഒരു മോന് MBBS സീറ്റ് വാങ്ങി. മറ്റവനോ അത്ര ബുദ്ധിയൊന്നുമല്ലോ, ഓൻ അത് മതി, ഓന് 75 ലക്ഷം ഇല്ല. വിടൂല ഈ വാപ്പാനെ പഠിച്ചാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. അത്ര ബുദ്ധിയൊന്നുമല്ലോ, ഇവിടെ ഇപ്പം ഇങ്ങനെ ആ വീഡിയോ ഇങ്ങനെ പോകണ്ട്. അതുകൊണ്ട് 75 ലക്ഷം ഓനുണ്ടെങ്കിൽ ആ 75 ലക്ഷം ഇവരും കൊടുക്കാനുണ്ടെങ്കിൽ ചിലവാക്കിയാൽ മതി. ആ ഒരു നീതിബോധം ജീവിതത്തിൽ ഉണ്ടാവണം. അയാൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ ഉണ്ടാവും. രണ്ടാമത്തത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി, അയാൾക്ക് നാളെ പരലോകത്തെ അർശിന്റെ ഉണ്ടാവും. യുവാക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്തോഷ വാർത്തയാണിത്. നിങ്ങൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ ലഭിക്കും. ഒരു സംശയം വേണ്ട. അള്ളാഹിനെ മാത്രം ആരാധിക്കണം.
അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധവും അള്ളാഹിനെ ആരാധിച്ച് അള്ളാഹിനെ പ്രാർത്ഥിച്ച് അള്ളാഹിനോട് സങ്കടം പറഞ്ഞ് എപ്പോഴും അള്ളാഹ് എന്ന വിചാരവുമായി നടക്കുന്ന യുവാക്കൾ, അവർക്ക് നാളെ പരലോകത്ത് അർശിൻ്റെ തലയുണ്ടാവും. നമ്മുടെ സംഘടനയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടിയൊക്കെ പലപ്പോഴും ആ ചോദ്യം വർക്ക് ചെയ്ത് തോന്നാറുണ്ട്, പഠിച്ചവനെ ഇവർക്കൊക്കെ അർശിൻ്റെ തലയിൽ കൊടുക്കണത്. അല്ല, ചെറുപ്പക്കാരായ ആൾക്കാരുടെ ദീന്റെ മാർഗത്തിൽ ഇത്ര പ്രസരിപ്പുള്ള ഈ നാട്ടിൽ ഇവർക്കൊക്കെ പഴച്ചു പോകാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് പടച്ചവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ ഓർക്ക് പടച്ചവൻ സ്വർഗം കൊടുക്കുന്ന സംശയം. രണ്ട് അനുഗ്രഹങ്ങൾ, പക്ഷെ മുഴുവൻ ആൾക്കാരും അതിൽ വഞ്ചിക്കപ്പെട്ടവരാണ്. ഒന്ന് അസിഹത്തും ആരോഗ്യവും വൽ ഫറാഹും ഒഴിവ് സമയം. ഇത് രണ്ട് യുവാക്കൾക്കുണ്ട്. ഈ രണ്ടും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച യുവാക്കളെ നിങ്ങൾക്കിതാ പ്രവാചകന്റെ സന്തോഷ വാർത്ത അർച്ചന തന്നിട്ടുണ്ടാവും. രണ്ട്, മൂന്നാമത്തത് മസാജിദ്. ഒരു മനുഷ്യൻ അയാളുടെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെടും. ബാങ്കുർത്തോ സമയമായ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എപ്പോഴും മൂപ്പര് പള്ളിയിൽ പോയാൽ കാണാം. മൂപ്പരുടെ ബാങ്കുർക്കാനായിട്ട് പള്ളിയിലുണ്ടാവും. അത് എവിടെ ഉണ്ടെങ്കിലും നാട്ടിലുണ്ടെങ്കിലും മൂപ്പരവിടെത്തും. ഇങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനുഷ്യന്മാർ അവർക്ക് നാളെ പരലോകത്ത് അർശന്റെ താലുണ്ടാവും. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലൂടെ ഒരു വിഭാഗത്തെ പുകഴ്ത്തി പറയുന്ന ഒരായത്തുണ്ട്. മദീനയുടെ തെരുവീതിയിൽ കച്ചവടം നടത്തുന്ന മുഹാജിറുകളും അൻസാറുകളും, ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും തോട്ടത്തിൽ വെള്ളം നിറയ്ക്കുകയും തോട്ടപ്പണി എടുക്കുകയും ചെയ്യുന്ന മുഹാജിറുകളും അൻസാറുകളും ബിലാൽ മുഅദ്ദിന്റെ നല്ല സുന്ദരമായ ബാങ്ക് കേൾക്കുകയാണ്. ഹയ്യ അലസ് സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വരിൻ, ഹയ്യ അലൽ ഫലാഹ്, ഈ വിജയത്തിലേക്ക് വരിൻ എന്നുള്ള വിളി കേൾക്കുമ്പോൾ വീട് ഷട്ടറിട്ടു. ആ ഇട്ടെടുത്ത തുണിയുമായിട്ട് തൽക്കാലം കൈക്കോട്ടോടെ വെച്ചു, വെള്ളം കോരുന്ന പാത്രം താഴെ വെച്ചു. എന്നിട്ട് ആ മസ്ജിദ് നബവിയിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു വിഭാഗത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. റിജാലുൻ, ഒരു വിഭാഗം ആൾക്കാരാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. ഒരു വിഭാഗം ആൾക്കാർ അവരുടെ കച്ചവടമോ അവരുടെ ബാക്കിയുള്ള ഇടപാടുകളോ അവർ അശ്രദ്ധരാക്കിയിട്ടില്ല. അൻദിക്രില്ല, അള്ളാന്റെ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന്. വഇഖാമിസ് സ്വലാത്ത്, നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുന്നതിൽ നിന്ന്. വഇതാഇസ് സകാത്ത്, സകാത്ത് കൊടുക്കുന്നതിൽ നിന്നും അവർ അശ്രദ്ധരാക്കിയിട്ടില്ല. എന്താ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും ഇളകി മറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. അള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലേണ്ടി വരുമല്ലോ, എന്താ ഇതിനെ പറ്റി പടച്ചവൻ വിചാരിക്കുക? ഈ ബാങ്ക് കേട്ടില്ലാന്ന് എന്റെ പടച്ചവനോട് പറയാൻ പറ്റുമോ? ഇതുമൂലം ഭയപ്പെട്ടുകൊണ്ട് ഈ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ സൗഭാഗ്യവാന്മാർ. പള്ളിയുമായി സഹോദരങ്ങൾ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് അർശന്റെ നാൾ കിട്ടാൻ ഏറ്റവും നമുക്ക് പറ്റിയ ഇതാണ്. ബാങ്ക് കൊടുത്ത അപ്പം എല്ലാ പള്ളി നിർത്തിക്കാം, പള്ളിക്കേണ്ടി വരാം. വേഗം ആ കൂട്ടത്തിലൊന്ന് കൂടിയിട്ട് നല്ല കഴിഞ്ഞ ലക്ഷം പഠിച്ചോനെ ഈ തിരക്കിൻ്റെ ഇടയ്ക്കാ വന്നത്, പോരായി ഉണ്ടാവും. ചിലപ്പോൾ ശ്രദ്ധ അങ്ങോട്ട് തെറ്റിപ്പോയിട്ടുണ്ടാവും. സ്വർഗം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് പഠിച്ചോനെ വന്നത്. സ്വീകരിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് നമ്മൾ ഇഷ്ടാവും. അള്ളാഹിന്റെ ഇഷ്ടമാണല്ലോ വരുന്നത്. അപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും ഓടി മണ്ടിപ്പാഞ്ഞ് വന്നാൽ ഇവിടെ സ്വർഗമുണ്ട്. ഒരു സംശയം. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഹൃദയമുള്ള ആൾ, അയാൾക്ക് നാളെ പരലോകം. പള്ളിയിലേക്കുള്ള വരവ് ഭയങ്കര. റസൂൽ വിവരിച്ച് കണ്ടാൽ ഭയങ്കര. ഒരാൾ വീട്ടിൽ നിന്ന് ഒതുവെടുത്തു, അഹ്സനൽ വുദൂഅ്, ഏറ്റവും നന്നായിട്ട് ഒതുവെടുത്തു, എന്നൊരു പള്ളിയിലേക്ക് നടന്നു വരികയാണ്. ഓരോരോ കാൽപാദങ്ങൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ അയാൾ ഒരു പദവി ഉയർത്തപ്പെടും. എവിടെ? അള്ളാന്റെ അടുക്കൽ. ആ കാല് താഴേക്ക് വെക്കുമ്പം അയാളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അങ്ങനെ നടന്ന് പള്ളിയിലേക്ക് അയാൾ വന്നു. ഒരു 5 മിനിറ്റ് നേരത്തെ വന്ന് സുന്നത്തൊക്കെ വെച്ച് ഇവിടെ കുത്തിരുന്ന് അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കൊടുക്കുകയല്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദിക്റൊക്കെ ചൊല്ലി എന്നിട്ട് പറയണം പഠിച്ചവൻ സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കൊടുക്കും പഠിച്ചവൻ. എന്ത് സന്തോഷാത്! മെനക്കെടില്ലല്ലോ. പക്ഷെ അള്ളാഹ്ക്ക് അതൊക്കെ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് പ്രതിഫലമായി കൊടുക്കുന്നതാണ് ഈ അർശിന്റെ തണല് സ്വർഗം എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ ഇതാണ് അടുത്ത് അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ച രണ്ടാൾക്കാർ ആദർശ ബന്ധുക്കളാണ് അവര്. സംഘടനാ രംഗത്തൊക്കെ സ്നേഹിച്ചില്ലേ? ഓൻ അവിടെ നോക്കിയിട്ടല്ല ഉണ്ടോ ഇവരുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. റസൂലിനൊക്കെ അങ്ങനത്തെ കുറെ ആൾക്കാരില്ലായിരുന്നു. ബിലാൽ റളിയല്ലാഹുവിനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ കാലത്ത് അവിടെ റസൂൽ ഉണ്ടാവും. റസൂലിനെ കണ്ടാൽ ബിലാൽ എന്തായാലും ആ കൂടെ ഉണ്ടാവും. ബന്ധമായിരുന്നു, ആ സ്നേഹബന്ധം, ആത്മബന്ധമായിരുന്നു. അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ചവർ, അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവർ, എന്നിട്ടോ മരിച്ചു പോകുന്നതും പടച്ചവന്റെ മാർഗത്തിലാണ്. ഈമാനോടുകൂടി തഖ്വയോടുകൂടി അള്ളാന്റെ മാർഗത്തിൽ മരിച്ചു പോവുകയും ചെയ്യുന്ന രണ്ടാൾക്കാർ, അവർക്ക് നാളെ പരലോകത്ത് അർച്ചത് തലുണ്ടാവും. 4 വിഭാഗത്തെ ഞാൻ പറഞ്ഞു. ഈ 4 ഏതെങ്കിലും ഉണ്ടോ എന്നൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഇടക്കിടക്കൊന്ന് ഈ ഹദീസ് ഇടക്കിടക്ക് വായിച്ചു നോക്കണം നമ്മൾ. എന്താവും പടച്ചവന്റെ കഥ എന്ന്. വറജുലും 5-മത്തത് ഭംഗിയും കുലീനതയും തറവാടിത്തവും ഉള്ള ഒരു പെണ്ണ് തന്റെ ഇംഗിതത്തിന് വഴങ്ങണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുകയാണ്. ഒരു പ്രാവശ്യമല്ലേ, ആരും കാണാൻ പോകുന്നില്ല, നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ, വേറെ ആരും അറിയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, ഒറ്റ പ്രാവശ്യമല്ലേ എന്ന് ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വിളിക്കുകയാണ്. അപ്പോൾ 2 കാര്യം കൊണ്ട് നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കും. ഒന്നെന്താണ്, ആരെങ്കിലും അറിഞ്ഞാൽ മോശമാണ് നിങ്ങൾക്ക് മാറിയിരിക്കും. രണ്ടാമത്തോ എന്തെങ്കിലും ആയാലോ എന്ന് വിചാരിച്ച് മാറിക്കോലെ, എന്തെങ്കിലുമൊക്കെ പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടാകും, അപ്പം നമുക്ക് ബുദ്ധിമുട്ടാകും, ഇപ്പം ഇടങ്ങേറ് വരയാക്കാനാവില്ല, അതുകൊണ്ട് ഇപ്പം എനിക്കതിനാവില്ല എന്ന് പറയും. 2 കാര്യം. ഇതൊരു വിശ്വാസിയുടെ ഈമാൻ ചോദ്യം ചെയ്യുന്ന രംഗത്ത്. ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഒരു സന്ദർഭം വന്നാൽ എന്ത് ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കുന്ന പഠിച്ചവനെ ഇങ്ങനത്തെ ഒരു സന്ദർഭം നീ തരരുതേ എന്നാണ്. എന്താകും മനുഷ്യന്റെ മൃഗീയത അപ്പോഴാണ് പുറത്തേക്ക് വരാം. ഇയാൾ പറഞ്ഞു, അള്ളാനെ പേടിയാണ് എനിക്ക്. പുതിയ ആഗ്രഹം ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല, അവസരമുണ്ട്, സന്ദർഭമുണ്ട്, ഒന്നും പറ്റൂല, പക്ഷേ എനിക്ക് അള്ളാനെ പേടിയാണ്. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് ഞാൻ, അതുകൊണ്ട് എന്താണ് എന്നെ പഠിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരാൾ, അയാൾക്കും നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ടാവും. 5 6-മത്തത് ഒരാൾ ദാനധർമ്മം നിർവഹിക്കുകയാണ്. വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. വലത് കൈ ചെലവഴിക്കുന്നത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ ചെലവഴിക്കുന്ന ഒരാൾ, അയാൾക്കും നാളെ പരലോകത്തെ അർശിന്റെ തണലുണ്ടാവും. ഏതായാലും പൈസ കൊടുക്കുകയാണ്, എന്നാൽ പിന്നെ അത് ഉറപ്പിക്കണ്ടേ കൊടുക്കുന്നത്. പല ആൾക്കാരും ഉറപ്പിക്കാറില്ല, എന്നാലും പറയും അതിന് അന്ന് ഞാൻ അത്ര കൊടുത്തിട്ടുണ്ട് പറയും. സത്യവിശ്വാസികൾ, വിശ്വാസികളോടുള്ള വളരെ വിനയത്തോടു കൂടിയുള്ള പടച്ചൊരു ഉപദേശമുണ്ട്. എടുത്തു പറഞ്ഞുകൊണ്ടോ ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടോ നിങ്ങൾ ദാനധർമ്മങ്ങളെ നിശ്ചലമാക്കി കളയരുന്നിട്ടോ. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് വെറുതാകരുതിട്ടോ. കൊടുക്കുന്നത് വെറുതാകരുതേ. ഏതായാലും പൈസ കയ്യിൽ നിന്ന് പോയി, അപ്പോഴോ പോണ് നമ്മൾ ഉറപ്പിച്ചു വെക്കണം. ഇത് കിട്ടാൻ എനിക്ക് എന്തായാലും അത് കിട്ടുമോ, ഞാൻ അങ്ങനെ കൊടുത്താൽ, അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാ പൈസ, അത് അങ്ങനെ കൊടുത്ത്. ഇതാരോടും പറയാനുള്ളതല്ല. ഇതിന്റെ പേരിൽ നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ അല്ലെങ്കിൽ ഒരു പ്രതിഫലമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അള്ളാഹ് തരും, ഇരട്ടികളായിട്ട് തരും. അപ്പൊ അങ്ങനെ അള്ളാഹിന്റെ മാർഗത്തിൽ ദാനധർമ്മം നിർവഹിക്കുന്ന ഒരാൾ, അയാൾക്ക് നാളെ പരലോകത്തെ അർശികളുണ്ടോ? വളരെ രഹസ്യമായി പ്രതിഫലം പടച്ചവന്റെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്. ഇങ്ങനെയാണ് അവസാനത്തേത് 7-മത്തെ ഭാഗം. ഒരു മനുഷ്യൻ ഒഴിഞ്ഞിരുന്നു കൊണ്ട് അയാൾ അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. എന്നിട്ട് ഫഫാദത്ത് ഐനാഹു, കണ്ണുനീർ വാർക്കുന്ന ഒരാൾ ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹനെ ഓർത്തിട്ട്. നമ്മൾ ഭാര്യ മരിച്ചതിൻ്റെ പേരിൽ, മക്കൾ മരിച്ചതിൻ്റെ പേരിൽ, കുട്ടികൾക്ക് സ്വക്കളായതിൻ്റെ പേരിൽ, ജോലി നഷ്ടപ്പെട്ടതിൽ, പരിക്ക് പറ്റി, ഇതിനൊക്കെ നമ്മൾ കരയാറുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നരകത്തെപ്പറ്റി ഭയപ്പെട്ടുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ വന്നിട്ടുണ്ടാവും. സ്വർഗത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് കണ്ണുനീർ വന്നിട്ടുണ്ടാവും. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും പേരിൽ എപ്പോഴെങ്കിലും ഒരു തുള്ളി കണ്ണീർ വന്നിട്ടുണ്ടാവും.
ഖുർആൻ ഓതിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ കിടക്കുകയാണ്, സുഖമില്ലാതെ കിടക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് വരാൻ വയ്യ, തൊട്ടടുത്തുള്ള പള്ളിക്ക് വരാൻ വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ നിങ്ങൾ ഇമാമായി നിന്നോളി, നിങ്ങൾ ഇമാമായി നിന്നോളി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയതമയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്ന് റസൂലെ ബാപ്പാനെ ഇമാമാക്കി നിർത്തണ്ട. എന്താ ബാപ്പയ്ക്ക് യോഗ്യതയില്ലാത്തോണ്ടല്ല, ബാപ്പ ഇമാമക്കും. ബാബ അപ്പോൾ കരയും, ബേക്കെന്ന് ഞങ്ങളും കരയും. സ്വർഗത്തെ പറ്റിയുള്ള ആയത്ത് വരുമ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. പടച്ചവനെ ഈ ഹതഭാഗ്യൻ ഈ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് പറയും. നരകത്തെ പറ്റി ഉള്ള ആയത്ത് വരുമ്പോൾ അദ്ദേഹം കരയും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നാണ്. ഇത് മനസ്സിന് സ്വർഗവും നരകവും എത്തുമ്പോഴാണ് കരച്ചിലാണ് വരിക. പടച്ചവനെ രക്ഷപ്പെടുത്തുക. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ റമദാൻ ഇന്ന് 11 12, എനിക്ക് 12 നിങ്ങൾക്ക് 11 അല്ലേ? ഒരു ദിവസമെങ്കിലും ഒന്ന് നോമ്പ് തുറക്കും. ഹറമിലൊക്കെ ചെന്നാൽ നമുക്ക് അത്ഭുതമാണ്. ആ നോമ്പ് തുറക്കാൻ വേണ്ടി ആ സഫിലൊക്കെ ഈ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആൾക്കാർ കരയുന്നത് കാണും. പടച്ചവനെ രക്ഷപ്പെടുത്തി പറയുന്നുണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് കരയുന്നത്. ഞാൻ അവിടെ ആ കാഴ്ച വരുള്ളൂ, ആ വല്ലാത്തൊരു കാഴ്ച. നമ്മളെ നാട്ടിൽ നിന്നും ആർക്കും അങ്ങനെ കരയാൻ കഴിയില്ലല്ലോ എന്നാലോചിക്കുക. അപ്പൊ ഒരു പടയുണ്ടായിരുന്നേ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയത് നോമ്പ് തുറക്കാനുള്ള സമയല്ലേ? ആ സമയം പടച്ചവൻ കൈ നീട്ടിയിരിക്കുകയാണ് ഒരു നോമ്പുകാരന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ. പടച്ചവന് സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ പടച്ചവൻ സ്വർഗം തരും. ആ സമയമാണ്. അങ്ങനെ കണ്ണീർ വാർക്കാൻ പറ്റണം, ഒഴിഞ്ഞിരുന്ന് കൊണ്ട് കണ്ണീർ വാർക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. ഇല്ല, എല്ലാവരും കൈയ്യർത്തിനെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യവും ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുനീർ നരകത്ത് പോകില്ലെന്നാ. പടച്ചവനെ പേടിച്ചുകൊണ്ട് കരയുന്ന കണ്ണുനീർ. 3 കാര്യങ്ങൾ റസൂൽ പറഞ്ഞു സമാധാനത്തിൽ സ്വർഗ്ഗത്തിൽ കിടക്കാൻ. ഒന്ന് അഫ്ശുസ്സലാം, സലാം വ്യാപിപ്പിക്കുക. രണ്ടാമത്തേത് തുത്ഇമുത് തആമ, ഭക്ഷണം നൽകുക. മൂന്നാമത്തേത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് അള്ളാഹുവിനോട് പാപമോചനം തേടി കരയുന്നവൻ, അയാൾക്കും ഈ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോട് സ്വർഗ്ഗത്തിൽ കിടക്കാന്ന് റസൂൽ പറഞ്ഞു. ആഗ്രഹമില്ലേ? ഉണ്ട്, പക്ഷെ ആയി കിട്ടുന്നില്ല. ഈമാൻ കുറയുന്നതിനനുസരിച്ച് ഇതൊക്കെ കരയും. ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന ഒരാൾ, അയാൾക്കും നാളെ പരലോകത്തെ അർച്ചിതവാനുണ്ടാവും. നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന സഹോദരങ്ങൾ, ഞാനെപ്പോഴും പ്രാർത്ഥിക്കല്ല. ഈ ജീവിതത്തിൽ തിരക്കിനിടക്ക് അബദ്ധങ്ങളും പോരായ്മകളും തകരാറുകളും ഒരുപാടുണ്ടാവും. എത്ര നമ്മളില്ല എന്ന് പറഞ്ഞാലും തകരാറുണ്ടാവും. അള്ളാഹിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ പാപമോചനവും കൊണ്ട് മൂടിയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ചെയ്യുന്ന പണിയോട് സ്വർഗത്തിൽ കിടക്കാന്ന് വിചാരിക്കണ്ട, കഴിയൂല. അതിനകത്തൊന്നുമില്ല നമുക്ക്. നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളിലൊക്കെ വന്നു പോകുന്ന തെറ്റുകളും നമ്മൾ ചെയ്യുന്ന സൽക്കരങ്ങളും കൂട്ടി തട്ടി കീച്ചു വയ്ക്കാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ കാരുണ്യം നമ്മുടെ മേൽ സദാ വർഷിക്കപ്പെടണം. ഇതാണ് ഒന്നെനിക്ക് പറയാനുള്ളത്. ഈ പരിശുദ്ധ റമദാനിൽ നമ്മളൊരു പുനർവിചാരം നടത്തേണ്ടത്, ഒരു ആത്മവിചാരം നടത്തേണ്ടത് ഇതാണ്. ഇവിടുന്ന് മരിച്ചു പോണ്ടേ? പോണം. അതിനൊന്നും ആയിട്ടില്ല എന്ന് പോണം എന്നൊക്കെ തൊള്ളോണ്ട് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ആയിട്ടില്ല എന്നാണ് നമ്മളൊക്കെ വിചാരം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടുന്ന് പോകുമ്പോൾ വെറുതെ പോകരുത്, അടയാളപ്പെടുത്തി പോകാൻ പറ്റണം. ഞാൻ ജീവിച്ചു എന്നതിന്റെ അടയാളം പെടണം. അത് നമ്മൾ കുറെ സ്വത്തുണ്ടാക്കിയാൽ മക്കളെ അടിച്ചു പൊളിച്ചാൽ തീർക്കും. എൻ്റെ കൂടെ ഞാൻ പൂനൂർ ജോലി ചെയ്യുന്ന സമയത്ത്, കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പള്ളിയിൽ ഇമാമായി നിന്ന് ഉമറുണ്ട്. സംസാരം പൊതുവെ കുറവാണ്, പക്ഷെ രാത്രിയാകുമ്പോൾ ഒരുപാട് സമയം ഉറങ്ങാൻ സമയക്കുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടേയിരിക്കും. യത്തീംഖാനത്തെ വർത്താനം പറയാം. തിരങ്ങാടി യത്തീംഖാനിലാണ് അദ്ദേഹം പറഞ്ഞത്. ബാപ്പ ചെറുപ്പത്തിലേ മരിച്ചു, 4 മക്കളോട് ഉപേക്ഷിച്ചിട്ടാണ് മരിച്ചത്. അല്ലെങ്കിൽ തന്നെ പട്ടിണിയാണ്. ബാപ്പന്റെ മരണത്തോടുകൂടി വീട്ടിൽ കഷ്ടപ്പാടായി.
ഉമ്മ ഞങ്ങളെല്ലാവരും കൊണ്ടുപോയിട്ട് 4 ആൾക്കാരെയും കൊണ്ടുപോയിട്ട് ഇനിയും ജ്യേഷ്ഠനും അനുജനും പങ്കളിയും 4 ആളെയും കൊണ്ടുപോയിട്ട് എത്തിക്കാനെ ചേർത്ത് തിരുവങ്ങാടി എത്തിക്കാൻ. ഉമ്മാക്കെന്നും വരാൻ പറ്റില്ല, അക്കാലത്താണ്. എന്നെക്കാണ് വയസ്സിന് പറഞ്ഞു, ആർക്കും വരാൻ പറ്റില്ല. മാസത്തിൽ 2 മാസം 3 മാസം കൊണ്ടുള്ള അമ്മ വരാം, അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കൽ ഞങ്ങൾ വീട്ടിലേക്ക് വിടുള്ളൂ. കാരണം അതിനൊരു ബസ് ചെയ്തിട്ടുണ്ടാവില്ല, അമ്മമാരും കാണാൻ പറ്റില്ല. അങ്ങനെ കഷ്ടപ്പാടാണ്. വാടന്മാരും ഉപദ്രവങ്ങൾ ഒരുപാട്. വാടന്മാർ ചീത്തറിയും നമുക്ക് വിഷമാണ്, സഹിച്ചു നിൽക്കും. അവസാനം ഞങ്ങൾ MK ഹാജിലെടുക്കൽ ചെല്ലും. ഞങ്ങളെല്ലാവരും കൂടി MK ഹാജിലെടുക്കൽ ചെല്ലും. MK ഹാജിലെടുക്കൽ ചെല്ലുമ്പോൾ MK ഹാജി ഇങ്ങനെയൊക്കെ കേൾക്കും, ഞങ്ങൾ പറഞ്ഞ് ചിരിച്ച് കേൾക്കും. ഓരോരുത്തരുടെ പരാതികൾ അദ്ദേഹം കേൾക്കും. എന്നാൽ അവസാനം തല ഇങ്ങനെ തൊട്ടിട്ട് പറയും, സാരല്ലടാ എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും, ഇതൊരു പരിഹാരം ഉണ്ടാകുന്നല്ല പോകുന്നത്. MK ഹാജി ഇത് തൊട്ടിട്ട് സാരല്ലടാ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ മറക്കും. ഞങ്ങളെ വാപ്പേരി MK ഹാജി എന്ന് പറഞ്ഞു. ഞങ്ങളെ വാപ്പേരി അടയാളപ്പെടുത്തി പോയതാ മനുഷ്യൻ. MK ഹാജി ഇവിടെ ജീവിച്ചു എന്നതിന്റെ അടയാളപ്പെടുത്തി അദ്ദേഹം പോയത്. ഇന്നും അദ്ദേഹത്തെ പറ്റി പറയും, അത് അടയാളം. നമ്മൾ ജീവിച്ചതിന് എന്ത് അടയാള സഹോദരങ്ങളിലൂടെ അടയാളപ്പെടുത്തി പോകാൻ പറ്റണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചവനാണ്. അല്ലദീ ഖലഖനി സുമ്മ യഹ്ദി, എനിക്ക് വഴി കാണിച്ചു തന്നവനാണ്. എനിക്ക് ജീവിതവും മരണവും തന്നത് അവനാണ്. എന്നെ ഭക്ഷിപ്പിക്കുകയും എന്നെ കുടിപ്പിക്കുകയും ചെയ്തവനാണ്. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് എപ്പോഴൊക്കെ രോഗം വന്നോ അപ്പോഴൊക്കെ രോഗശമനം നൽകിയത് അല്ലാഹുവാണ്. വലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതിയതി യൗമദ്ദീൻ, നാളെ പരലോകത്തെ എൻ്റെ തെറ്റുകളൊക്കെ പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ എനിക്കൊരു നല്ല പേരുണ്ടാക്കി തരണം. മരിച്ചു പോയാൽ ഇബ്രാഹിമിന് ആൾക്കാർ ഓർക്കണം നല്ല നിലക്ക്. ഇബ്രാഹിമുള്ള കാലത്ത് ഉഷാറായിരുന്നു, നമ്മളൊക്കെ മരിച്ചു പോയാൽ പറയാം. അതാണ് വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ ഒരു നല്ല പേരുണ്ടാക്കി തരണം പഠിച്ചവൻ. വജഅൽനി മിൻ വറസതി ജന്നത്തി നഈം, സുഖാനുഗ്രഹത്തിന്റെ സ്വർഗ്ഗം അനന്തരം എടുക്കുന്നവരിൽ പഠിച്ചവനെ ഈ ഇബ്രാഹിമിനെ നീ ഉൾപ്പെടുത്തണമേ. വലാ തുഖ്സിനി യൗമ യുബഅസുൻ, പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം ഈ ഇബ്രാഹിമിനെ മാനക്കെടാക്കരുത് പഠിച്ചവനെ. മക്കളും സ്വത്തും ഉപകാരപ്പെടാത്ത ദിവസം. സമാധാനത്തോടുള്ള മനസ്സുള്ളവർ ഒഴിച്ച് ബാക്കി എല്ലാവരും അപമാനിക്കപ്പെടുന്ന ദിവസം പഠിച്ചവനെ ഈ ഇബ്രാഹിമിനെ നീ മാനക്കെടാക്കരുത് പഠിച്ചവനെ. അടയാളപ്പെടുത്തി പോകാൻ പറ്റണം. ഞാൻ ഈ ആദ്യക്കുന്ന് ഒരു സ്ഥലത്ത് ഒരു ഭക്ഷണത്തിന്റെ കിറ്റുമായിട്ടൊരു സ്ഥലത്ത് ഭക്ഷണത്തിന് ഒരു വിഷമമുണ്ടായിരുന്നു പോയതാണ്. അപ്പൊ കുറെ വർത്താനം പറഞ്ഞാൽ ആ വീട്ടിലെ അവസാനം എന്നോട് പറയുന്നത്, ജലീൽ മാഷ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടില്ലേ എന്ന് പറയും. അടയാളപ്പെടുത്തിയ മനുഷ്യൻ അദ്ദേഹം. നമ്മുടെ നാട്ടിൽ ജീവിതം അടയാളപ്പെടുത്തി പോയതാണ്. സ്ഥാപനങ്ങളൊന്നുമില്ല, പക്ഷേ അദ്ദേഹം ചെയ്തിരുന്ന പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ ഇപ്പോഴും ആൾക്കാർക്ക് ഇപ്പോഴും പറയും. പള്ളി എന്നൊരു വിഷയം ഞാൻ ചോദിച്ചു, ജലീൽ മാഷ് ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ലേ? നമ്മൾ പോയാൽ നമ്മളെ പറ്റി ആരാ പറയാ? ജീവിതത്തിൽ അടയാളപ്പെടുത്തി പോയാൽ റസൂലിന്റെ സഹാബത്തിനൊക്കെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിതം അടയാളപ്പെടുത്തി പോയാളാ. അപ്രസക്തനായിരുന്ന എത്യോപ്യയിൽ നിന്ന് ആരോ പിടിച്ചുകൊണ്ടുവന്ന് മക്കയിൽ വിറ്റ ഒരടിമയാണ് ലോകപ്രസിദ്ധനായി മാറിയത്. അടയാളപ്പെടുത്തിയോണ്ടത്, ജീവിതം അടയാളപ്പെടുത്തിയത് കൊണ്ട്. സ്ഥാപനങ്ങൾ മാത്രമല്ല, പ്രവർത്തനങ്ങൾ ഉണ്ടാവും. സഹോദരങ്ങൾ, മുവഹിദുകളാണ്. അള്ളാഹ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് പഠിച്ച ഹിദായത്ത് എന്നുള്ള. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയും ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് ജീവിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹ് തന്നിട്ടുണ്ട്. ആ സൗഭാഗ്യം പഠിച്ചത് തന്നത് ഇവിടെ ജീവിതം അടയാളപ്പെടുത്തി പോകുവാൻ വേണ്ടിയാണ്. ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന വിചാരം നിങ്ങൾക്കുണ്ടോ? ഈ നാട്ടിൽ ഞാൻ പോയില്ലെങ്കിൽ ഇന്ന പാരാ പോകാനുള്ള നമ്മുടെ വിചാരം. നമ്മൾ ഈ ലോകത്തെ എല്ലാവരും കുറ്റം പറയല്ലോ. അതെന്തുകൊണ്ടാണ്? ഈ ലോകത്ത് ഏറ്റവും നല്ലവൻ ഞാൻ, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരനാണ്.
അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. അല്ലെങ്കിൽ കുറ്റം കുറവൊന്നും നമ്മൾ പറയില്ല. ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മളാളെ കുറ്റം പറയുന്നില്ല, ആൾ മോശക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഈ ചിന്തയുണ്ട്, ഞാനാ ഏറ്റവും ഉഷാറ്, എൻ്റെ അടുത്തേക്കൊന്നും എത്തൂലാൻ. സ്വർഗത്തിൽ കടക്കുമെന്ന വിചാരം നിങ്ങൾക്കുണ്ടോ? എങ്ങനെ? അള്ളാന്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവർ ആര് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുന്നവരെ. ഞാൻ നന്നു എനിക്ക് തോന്നിയാൽ പോരാന്ന്, ഞാൻ ഉഷാറാണ്, എന്റെ നാട്ടുകാർക്കോ എന്റെ പെണ്ണുകൾക്കോ കുട്ടികൾക്കോ തോന്നിയാൽ പോരാ, ഉപര ഉഷാറുണ്ടോ എന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹ്ക്ക് ബോധ്യപ്പെടണം. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവോ? നമ്മൾ തിരക്കടില്ല. വല്ലാത്ത ആയത്തത്. സുഹൃത്ത് ആലി ഇമ്രാന്റെ 142 ആയത്ത്, ആ ആയത്തൊന്ന് വായിച്ചു വെക്കുക, കാണാതെ പഠിക്കാം, ഇടക്കിടന്ന് ഓതി വെക്കുക. സ്വർഗത്തിൽ കടക്കുമെന്ന വിചാരം നിങ്ങൾക്കുണ്ടോ? നിങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവർ ആര് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുന്നതുവരെ, ക്ഷമാലുക്കൾ ആര് എന്നും അള്ളാഹുവിന് ബോധ്യപ്പെടുന്നതുവരെ. ബോധ്യപ്പെടുത്താൻ വേണ്ടിയ റസൂലിന്റെ സഹാബത്ത് പരിശ്രമിച്ച്. അതുകൊണ്ട് ആ യുദ്ധത്തിലൊക്കെ പോകുന്ന സമയത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു യമാമ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു പാട്ടുണ്ട് അദ്ദേഹത്തിന്, എന്ന് പാടിയാ പോകുന്നത്. യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോഴുള്ള പ്രാർത്ഥന, പടച്ചവനെ ഒരുപാട് യുദ്ധത്തിൽ ഈ അമ്മാർ പങ്കെടുത്തിട്ടുണ്ട്, ഇതിലെങ്കിലും പടച്ചവനെ ഈ അമ്മാർ നീ ഷഹീദാക്കണേ, മരിപ്പിക്കണേ. തോന്നിയ നമുക്ക് ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു മഹാപണ്ഡിതൻ ഞാൻ കണ്ടിട്ടുണ്ട്. സിയാനടുത്തൊരു ക്യാമ്പിൽ, ഞാൻ ചെറുതാ കോളേജ് പഠിക്കുന്ന കാലത്താണ്, അവിടെ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് ബഹുമാന്യനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നില്ല, പടച്ചവനെ ഈ ഉമറിനെ നീ ഷഹീദാക്കണം പടച്ചവനെ. ഷഹാദത്തിന് വേണ്ടി കൊതിക്കുകയും ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു മഹാവ്യക്തിത്വമായിരുന്നു ഉമർ മൗലവി. എനിക്ക് അത്ഭുതമായിട്ടുണ്ട്. അന്നൊന്നും ഞമ്മക്ക് അത്ര ഇല്ലല്ലോ. ഇങ്ങനൊക്കെ പഠിച്ച ആരെങ്കിലും കൊല്ലല്ലേ ചെയ്യാ. റസൂൽ പറഞ്ഞു, ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, കിടക്കപ്പായ കിടന്ന് മരിച്ചാലും ഷഹാദത്തിന്റെ കൂലി അല്ല കൊടുക്കും. ഈമാനും തഖ്വയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ വരാം. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പുറപ്പെടുന്നു, പ്രാർത്ഥിച്ചാണ് പടച്ചവനെ ഈ യുദ്ധത്തിലെങ്കിലും ഷഹീദാക്കണം പടച്ചവനെ. നല്ലൊരു പാട്ടും പാടിയാ പോകുന്നത്. അടയാളപ്പെടുത്തലാണത്. അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം യുദ്ധത്തിന് പോകുന്ന സമയത്ത് യുദ്ധത്തിൽ ചാടാനൊരു മടി അങ്ങനെ ഉണ്ടാവുമല്ലോ. ഓർമ്മ വരില്ല പെണ്ണുങ്ങൾ, നമുക്ക് അങ്ങനെയല്ലോ ഒരു കാര്യത്തിന് പെണ്ണുങ്ങള് കുട്ടികള് നമ്മുടെ സമ്പത്ത് ബിസിനസ് ഇതൊക്കെ ഓർമ്മ വരില്ലോ, മനസ്സിനാണ് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, മനസ്സേ നിനക്കെന്തേ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടാനൊരു മടി? സ്വർഗം എന്ത് സുന്ദരമാണത്. എന്ത് സുന്ദരമാണ് സ്വർഗം, അതിലെ പാനീയങ്ങൾ എന്ത് തണുപ്പാണ്. എന്നിട്ടും എന്തേ മനസ്സേ യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ ഒരു മടി നിനക്ക്? ഇതാണ് ജീവിതം എന്ന് പറഞ്ഞത്. പടച്ചോനെ ഇഷ്ടമാകുമ്പോഴാ അത് സുഖം ഉണ്ടാകുക. പടച്ചോന് നമ്മളെ ഇഷ്ടം ഉണ്ടാകുമ്പോഴാ അതിനുള്ള സൗകര്യം പടച്ചോൻ തരിക. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് സഹോദരങ്ങളെ. അള്ളാഹിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് അടയാളങ്ങൾ ഉണ്ടാകുക. അപ്പോഴാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുക. എത്ര വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യാനും നമുക്ക് പറ്റും. ഒരു പ്രയാസം ഉണ്ടാവില്ല. ബറാഅ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ യമാമ യുദ്ധത്തിൽ തന്നെ പോകുന്ന സമയത്ത്, യമാമ യുദ്ധം നടക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷമാണ്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെതിരെയുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ആദ്യം പരാജയമുണ്ടായി. പിന്നെ മുസ്ലിങ്ങൾ ആഞ്ഞടിച്ചു. ആ സമയത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒരു മലയുടെ മുകളിൽ, പാറിന്റെ മുകളിൽ കയറി പറയുന്നത്, അദ്ദേഹത്തിന് ചെവിക്ക് വെട്ടേറ്റു. ചെവി വെട്ടേറ്റ് ഇങ്ങനെ തൂങ്ങി, ചോര അങ്ങനെ ഒലിക്കുന്നുണ്ട്. ചെവിക്ക് വെട്ടേറ്റ് അദ്ദേഹം ഗവർണറായി ജോലി ചെയ്ത സമയത്ത് ഒരാൾ അങ്ങാടി ചെറിയ ചെവി മുറിയാന്ന് പറഞ്ഞ് വിളിച്ചറിയുന്നുണ്ട്, കളിയാക്കുന്ന ഒരാളെ.
അപ്പൊ അദ്ദേഹം തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനെ പറ്റിയാ പറഞ്ഞറിയോ? അള്ളാഹിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത ഒരു ചെവിയെ പറ്റി ഞങ്ങളാ പറയുന്നത് പറയുന്നത്. ഈ യമാമായുധത്തിൽ അദ്ദേഹത്തിന് വെട്ടേറ്റ്, ചെവിക്ക് വെട്ടേറ്റ് അറ്റു ഒരു ചെവി ഇല്ലാത്ത ആളായിരുന്നു പിന്നെ അമ്മാർ ജീവിച്ചത്. ഈ പാറപ്പുറത്ത് യുദ്ധത്തിൽ നിന്ന് മുസ്ലിങ്ങൾ പിന്തിരിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പാറപ്പുറത്ത് കാര്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, സഹോദരങ്ങൾ നിങ്ങൾക്ക് എന്ത് പറ്റി? സ്വർഗത്തിൽ നിന്നാണ് നിങ്ങൾ പിന്തിരിഞ്ഞു കൊടുക്കുന്നത്. ജയിച്ചാലും സ്വർഗാണ്, തോറ്റാലും സ്വർഗാണ്, മരിച്ചാലും സ്വർഗം. യുദ്ധം അങ്ങനെയാണോ? യുദ്ധത്തിൽ നിന്നാണ് പിന്തിരിഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ട ആൾക്കാർ തിരിഞ്ഞു വരികയും യുദ്ധം ജയിക്കുകയും ചെയ്യും. മുസൈലിമത്തുൽ കദ്ദാബ് സാധാരണ യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു പോയ ആൾക്കാരെ, യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെട്ടു പോയ ആൾക്കാരെ പിന്തിരുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. പക്ഷേ മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകൻ, അവനെ കൊല്ലണം. അങ്ങനെ മുസൈലിമയെ പിന്തുടർന്നു സഹാബത്ത്. അങ്ങനെ ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ കയറി അഭയം തേടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തി. മുസൈലിം തോട്ടത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞു. ഉള്ളിലേക്ക് കയറാൻ യാതൊരു മാർഗമില്ല. മുസൈലിമയും മുസൈലിമയുടെ സൈന്യവും തോട്ടത്തിൽ കയറി അഭയത്തിൽ രക്ഷപ്പെട്ടു. മുസൈലിമയെ കിട്ടാൻ യാതൊരു മാർഗവുമില്ല. ആ തോട്ടത്തിന്റെ കവാടം വരെ അടച്ചു കളയുകയും ചെയ്തു. അങ്ങനെ ചുറ്റുഭാഗം നടന്നു, രക്ഷയില്ല. ആ സമയത്ത് ബർറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സഹോദരങ്ങൾ, നമ്മൾ പടച്ചവന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വന്നവരാണ്, സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി വന്നവരാണ്. മുസൈലിമയെ നമുക്ക് കിട്ടണം, അല്ല രക്ഷയില്ല. അത് നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്യും. അദ്ദേഹത്തിന്റെ പരിചയം പിടിച്ച് അദ്ദേഹം പറഞ്ഞു, ഒരു കുന്തവും കൈ പിടിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ബർറാഇനെ ഈ പരിചയം പുറത്ത് മലർത്തി കിടത്തണം. എന്നിട്ട് ഈ കുന്തം കൊണ്ട് കുത്തിയിട്ട് നിങ്ങൾ ആ തോട്ടത്തിനുള്ളിലേക്ക് എറിയണം. വേറെ ഉൾവലിയാണ് നോക്കുക നമ്മളല്ലേ, അവിടെ ചെറിയ പ്രശ്നങ്ങൾ വലിയ ഇതങ്ങനെ നിങ്ങൾ ഈ പരിചയപ്പുറത്തെ നിങ്ങൾ മലർത്തി കെട്ടണം എന്നെ. എന്നിട്ട് ഈ കുന്തം കൊണ്ട് കുത്തിയിട്ട് നിങ്ങൾ എന്നെ ആ തോട്ടത്തിനുള്ളിലേക്ക് വലിച്ചിടണം. ജീവന്റെ അംശം ഈ ബർറാഇലുണ്ടെങ്കിൽ ആ തോട്ടത്തിന്റെ വാതിൽ ബർറാഖ് തുറന്നിരിക്കും. അതല്ലെങ്കിലോ നിങ്ങൾ വിചാരിച്ചോ അള്ളാഹിന്റെ മാർഗത്തിൽ സ്വർഗത്തിലേക്ക് ബർറാഖ് യാത്രയായി എന്ന് ഉറപ്പിച്ച നിങ്ങൾ കൂട്ടാക്കിയ ആൾക്കാർ. അവസാനം അദ്ദേഹം നിർബന്ധത്തിന് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? ഒരു കുന്തത്തുമോ കുത്തിയിട്ട് അദ്ദേഹത്തെ ഉള്ളിലേക്ക് അരമണിക്കൂർ കുറേ സമയത്ത് യാതൊരു അനക്കൂല. എല്ലാവരും വിചാരിച്ചു ബർറാഖ് പോയി. പക്ഷേ ഒട്ടും കുത്തു വേച്ച് വന്ന് ആ തോട്ടത്തിന്റെ വാതിൽ ബർറാഖ് തുറന്നു. ആ തോട്ടത്തിൽ വെച്ചാണ് മുസൈലിമയെ കൊന്നത്. മരണത്തോട്ടം എന്ന പേരിലാണ് ആ തോട്ടം പിന്നെ അറിയപ്പെട്ടത്. സ്വർഗത്തിൽ കടക്കുമെന്ന വിചാരം നിങ്ങൾക്കുണ്ടോ? അള്ളാഹിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും അള്ളാഹിന്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും ചെയ്യുന്നവർ ആരെയെന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെടണം. അള്ളാഹ്ക്ക് ബോധ്യപ്പെടാനാ ആ വഴിത്ത്. ഞാൻ നന്നു വിചാരിച്ചാൽ പോരാ, അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമാണോ, അള്ളാഹ്ക്ക് എന്നെ പറ്റി ബോധ്യമാണോ? സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് മരിച്ചു വേണമെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളെ പറ്റി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഓൻ തരക്കെടുത്ത ഉഷാറാണ്, നമ്മൾ ഈ ചെയ്ത പ്രവർത്തനങ്ങൾ മതിയാകുമോ അള്ളാഹ്ക്ക് ബോധ്യപ്പെടാം? ഒന്ന് ആലോചിക്കണം. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ റമദാന്റെ കാര്യം. ഒരു റമദാൻ പഠിച്ചോ തരുന്നത് ഇതിനൊക്കെയാണ്. എങ്ങനെയെങ്കിലും നമ്മൾക്ക് കഴിച്ചിലായി പോയിക്കോട്ടെ എന്ന് വെക്കാം. എന്നിട്ട് നമ്മൾ കഴിച്ചിലായില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ് അല്ലേ? ഒരു റസൂലിന്റെ പ്രാർത്ഥന അല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നശിച്ചു പോകട്ടെ, നാശമുണ്ടാകട്ടെ എന്ന് റസൂൽ പറഞ്ഞു. വഖീല ലിമൻ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകരെ ആരെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞത്? ആമീൻ പറഞ്ഞില്ലേ? നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു റമദാൻ കിട്ടുകയും പാപങ്ങൾ ഒടുക്കപ്പെടാതെ ഒരാൾ മരിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. അതിന് ആമീൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഒരു റമദാൻ കിട്ടിയിട്ട് പിന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ റമദാൻ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. റമദാനായിട്ട് കഴിയട്ടെ എന്നിട്ട് കാണിച്ചു തരാന്ന് പറയുന്നത് വെറുതെ നോമ്പ് കണക്ക്. അപ്പൊ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അവനാനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. പഠിച്ചവൻ ഇപ്പൊ ഞാൻ ചെയ്ത ഈ പ്രവർത്തനം കൊണ്ട് കഴിച്ചിലാകാൻ പറ്റുമോ, രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കും. അതാണ് ആ നാശിത്തും മന്ദത്തും സ്വർഗത്തിൽ കടക്കുമെന്ന വിചാരം നിങ്ങൾക്കുണ്ടോ? കല്യാണം ചക്കാരും എല്ലാ പരിപാടികളും അതിനൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ടാവും. പക്ഷെ ഈ കാര്യത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാതെ പോവുകയാണെങ്കിൽ രക്ഷ ഉണ്ടാവില്ല. പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണം. അതാണ് നമ്മുടെ മുതൽക്കൊണ്ട്.
ഒന്ന് മരിച്ചു പോകുമെന്ന് വിചാരിക്കുക. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവർ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. എത്ര വിനയത്തോടുകൂടിയാണ് പഠിച്ചെന്നാ പറയുന്നത്. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അള്ളാഹ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവര്. ഇത് ലോകത്തുള്ള എല്ലാവരോടും കേട്ടോ, എന്നോടും ഇങ്ങളോടും പറയുന്നത് വാക്കാണ്. ഈമാനുള്ളവരെ, വിശ്വസിച്ചവരെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. എന്നിട്ട് നാളേക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കി വെച്ചത് എന്ന് ഓരോരുത്തരും നോക്കിക്കോട്ടെ. ഒന്ന് ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കി എന്താ ഉണ്ടാകുക. ഒന്നുമില്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അതൊക്കെ ഇപ്പൊ അള്ളാഹ്ക്ക് അറിയും. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോരോ കാര്യങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹ്. അള്ളാഹിനെ മറച്ചേക്കാൻ പറ്റില്ല. അള്ളാഹ് അറിയില്ല, അള്ളാഹ് കണ്ടില്ല എന്ന് വിചാരിച്ചതും പറ്റില്ല. ഒക്കെ റെക്കോർഡാക്കി പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാൻ ഞാൻ അവസാനിപ്പിക്കാം. ഈ പരിശുദ്ധ റമളാൻ എനിക്ക് നിങ്ങളോട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ചില കാര്യങ്ങളിതാണ്. ഒന്ന്, നാളെ പരലോകത്ത് അർശിൻ്റെ തലയിലിരിക്കുന്ന ആൾക്കാർ, അവിടെ നമുക്ക് കഴിച്ചിലാകാൻ പറ്റും. മറ്റ് സ്വർഗത്തിന് വേണ്ടി എന്തൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ട് പോകുമ്പോൾ കൂട്ടായിട്ട്. മൂന്നാമത്തത്, അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? അടയാളപ്പെടുത്തി പോകാൻ പറ്റണം. എന്ത് അടയാളപ്പെടുത്തലാണ്? അടയാളപ്പെടുത്തി പോകണം. അല്ല, ഈ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഈ ജാമിയ സലഫിൻ്റെ സ്ഥലമൊക്കെ ഇങ്ങനെ ഞാൻ കുറിച്ചത് വേണ്ടി അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ഓർമ്മല്ല. നിങ്ങൾക്ക് ഓർമ്മ വെച്ചത് മരിച്ചു കിട്ടത്തില്ല. പക്ഷെ ഇപ്പോഴും ആൾക്കാർ പറയല്ലോ അല്ലേ, ഒരു വിജ്ഞാനത്തിൻ്റെ കേന്ദ്രത്തിലുള്ള സ്ഥലം സംഭാവന ചെയ്തത് അദ്ദേഹം. വില്ലേജ് ഓഫീസിൽ സ്ഥലം കൊടുത്ത അദ്ദേഹം, പഞ്ചായത്ത് ഓഫീസിൽ സ്ഥലം കൊടുത്ത അദ്ദേഹം. ആ റോഡ് മൂപ്പറുള്ള കാലത്തായി ഈ റോഡ് ഉണ്ടാക്കിയത്, ഈ പാലുണ്ടാക്കിയെന്നൊക്കെ പറയും. ജീവിതം അടയാളപ്പെടുത്തി പോകുന്ന ആൾക്കാരല്ല. അറബി കോളേജിലെ ഞാൻ അന്ന് നാളത്തെ ദഅ്വാ ക്യാമ്പിൽ പോയപ്പോൾ പറയുന്നവരും MCസിനെ പറഞ്ഞു. വരുന്നവരെ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അടയാളപ്പെടുത്തി പോയവരവരൊക്കെ അത് വലിയ കാര്യമാണ് സഹോദരങ്ങളെ. നമ്മൾ ഇത്ര ഏക്കർ സ്ഥലം ഉണ്ടാക്കിയെന്നാവുന്ന അടയാളപ്പെടുത്തുന്നതല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനത് മരിച്ച എനിക്കെന്തിൽ അടിച്ച് പൊളിച്ച് കിട്ടിയാൽ നടക്കാതെ മോൻ്റെ മറ്റവൻ്റെ പേരില്ല കിട്ടുണ്ടായ. എൻ്റെ വാപ്പ മരിച്ചു കഴിയുമ്പോൾ സ്ഥലം കിട്ടിയെങ്കിൽ 24 സെൻറ്റ് എൻ്റെ പേരില്ല, ആപ്പാൻ്റെ അല്ല. ഇപ്പോൾ ഇന്ന് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. സദഖത്തുൻ ജാരിയായിട്ട്. അത് മണി ബാക്ക് പോളിസി പോലത്താണ്. അങ്ങനെ കിട്ടും, പിന്നെ മരിച്ചതിന് ശേഷം കിട്ടുകൊണ്ടിരിക്കും. നമ്മളെന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് ചെയ്തില്ലെങ്കിൽ അത് ഇവിടുത്തെ പ്രവർത്തനം തട്ടിക്കീച്ചാനുണ്ടാവുള്ളൂ. മറ്റു പിന്നെ കുറയാനല്ലോ. കുറിച്ചത്തെ നീരണ്ടാക്കി ഇനി കുറയാനല്ല, അങ്ങനെ കിട്ടിയെടുക്കുക. അത് എത്ര മൂപ്പര് പോയില്ലേ. ഞാൻ MK ഹാജിനെ പറ്റി പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ വാക്ക് പോലും അദ്ദേഹത്തിന്റെ നന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തും. ജലീൽ മാഷെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ വാക്ക് പോലും ജലീൽ മാഷ അക്കൗണ്ടിലേക്ക് എത്തും. അത് അടയാളപ്പെടുത്തല്. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാണ്ടാകണോ? ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചു. പിന്നെ നമുക്ക് ഞാൻ നന്നൊന്നും ബോധ്യപ്പെട്ടാൽ പോരാ, നമ്മളെ കൊലക്കാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും നമ്മളെ സംഘടനക്കും ബന്ധപ്പെട്ട പോരാ, അള്ളാഹ്ക്ക് ബോധ്യപ്പെടണം നമ്മൾ നന്ന്. അങ്ങനെ പടച്ചോന്റെ അടുക്കൽ നന്ന് എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എല്ലാവർക്കും. ഈ എല്ലാവരും കൂടി സ്വർഗത്തിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, പടച്ചോൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും, നമ്മളെ പള്ളി വരുന്ന ആൾക്കാർ എല്ലാവരും കൂടി സ്വർഗത്തിൽ എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കില്ല എല്ലാവർക്കും വേണ്ടി, പടച്ചോൻ എല്ലാവർക്കും സ്വർഗത്തിൽ. ഖുർആൻ പഠിക്കാനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒന്നും ഞാൻ പ്രാർത്ഥിക്കണം, പടച്ചോനെ വിചാരണയില്ലാതെ അവർക്ക് സ്വർഗത്ത് കടക്കാനുള്ള ഭാഗ്യം തരാം. ഒക്കെ ലോകത്തെ സൗഭാഗ്യവാന്മാരാണ്. നമ്മൾ ചെറിയ ചെറിയ കുറ്റൊക്കെ അതിങ്ങനെ നുള്ളി ഇങ്ങനെ അത് നിൽക്കണ്ട. എത്ര നല്ല നല്ല സ്വഭാവങ്ങളുണ്ട് ആൾക്കാർക്ക്. പക്ഷെ ആ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ അവർക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരു ഭാഗമാക്കി, ഒരു വഴിയാക്കി മാറ്റണമേ എന്നെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ സന്തോഷമുണ്ടോ? അപ്പൊ സുഖമുണ്ടോ? നമുക്ക് എല്ലാവർക്കും കഴിച്ചിലാകണം. അവിടെ എല്ലാവർക്കും റസൂൽ ഈ ഭാവന ചെയ്ത് അങ്ങനെയാണ്, എല്ലാവരും കഴിച്ചിലാകട്ടെ. അതാണല്ലോ ഈ മുച്ചിട്ട് പിന്നെ ചെന്ന് റസൂൽ ആട്ടും തുപ്പും കേട്ടിട്ട് പിന്നെ ചെന്ന് വരും. നിങ്ങളൊന്ന് നന്നായി വരും, ആരും വെറുത്തൊന്നും പോന്നിട്ടില്ല. അപ്പം അങ്ങനെ സഹോദരങ്ങൾ ഒരു നല്ല അടയാളപ്പെടുത്തലോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്തു
ഇന്ന് മരിച്ചു പോവുകയാണെങ്കിലും സ്വർഗത്തിലേക്ക് ആണ് എത്തിച്ചേരാനുള്ള പ്രവർത്തനത്തോടുകൂടി പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിൽ സൽക്കർമ്മമായി നീ സ്വീകരിക്കണം. പടച്ചവനെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. പടച്ചവനെ, ഈ ലോകത്തും പരലോകത്തും നീങ്ങൾക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണം. പടച്ചവനെ, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ ആൾക്കാരുടെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, അവരെല്ലാവരെയും പടച്ചവന് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണം. നാഥ, നാളെ പരലോകത്ത് അർശിന്റെ തലം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അള്ളാഹുവെ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണം. നാഥ, ഈ ലോകത്തും പരലോകത്തും അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയില്ലാതെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. അള്ളാഹു, ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ രാത്രി നമസ്കാരവും സക്കാത്തും ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചവരെ സൽക്കർമ്മങ്ങളായി നീ സ്വീകരിക്കണം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين يا رب الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله.